എൻ്റെ പേര് അമ്പിളി എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ ചെറുകോൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചത്. കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 3 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ കുട്ടിയാണ് ഞാൻ. +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് MLTയിൽ ഡിപ്ലോമ എടുത്ത ശേഷം ജോലിക്കെന്നുള്ള രീതിയിൽ ഞാൻ ബോംബെക്ക് പോയി. ആ സമയത്ത് എൻ്റെ ചേച്ചി ഓൾറെഡി ബോംബെയിലുണ്ട്. അന്ന് ചേച്ചി ഒരു ഷെയർ റിക്ഷയിൽ ചേച്ചിയുടെ ഓഫീസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടാവാം ആ സെയിം ഓട്ടോറിക്ഷയിൽ നമ്മുടെ തോമസ് സാറും കമ്പനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ആ ഓട്ടോ ഡ്രൈവർ ഒരു മലയാളിയാണ്. അപ്പോൾ സാറ് ഡ്രൈവറോട് ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ലാബ് അടിച്ച കുട്ടീനെ കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചേച്ചി അപ്പോൾ ഇരുന്ന് പറഞ്ഞു, എൻ്റെ ഒരു അനിയത്തി ബോംബെയിലേക്ക് ഇങ്ങനെ ഓൾറെഡി ട്രെയിനിലുണ്ട്, ഇങ്ങോട്ട് പോരുന്നുണ്ട് എന്ന് പറഞ്ഞ് സാറ് വന്ന് കാണാൻ പറയുകയാണ് ചെയ്തത്. 1996 ജനുവരി 25-ാം തീയതിയാണ് ഞാൻ അഗപ്പയിലേക്ക് എത്തപ്പെടുന്നത്. ബോംബെ വസൈൽ സത്വേലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സമയത്ത് ആകെ ഞാൻ ഉൾപ്പെടെ 4 പേരാണ് അഗപ്പയിൽ ഉണ്ടായിരുന്നത്. എനിക്ക് ആകെ അറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും. സോമസാറൊക്കെ കമ്പനിയിൽ ആകെ മലയാളം സംസാരിക്കുന്ന അവർ വരുമ്പോഴാണ് നമുക്കൊരു ശ്വാസം നേരെ വിടുന്നത്. അതേ രീതിയിലായിരുന്നു തുടക്കകാലങ്ങളിലൊക്കെ. പക്ഷേ കാലക്രമേണ നമ്മൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തു വന്നു. ആദ്യമേ തന്നെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബമാണെന്നാണ് ഞാൻ വന്ന് കയറിയപ്പോൾ. അപ്പോൾ അന്നെന്ന് വെച്ചാൽ ഇന്ന ആൾക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റി അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്ത്, ഈവൻ നമ്മുടെ തോമസ് സാറാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ചെയ്ത് കണ്ട ഒരു കൾച്ചറിൽ നിന്ന് വന്ന് പിന്നീട് വരുന്ന തലമുറയാണെങ്കിലും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ മാനേജ്മെൻ്റ് ആണെങ്കിലും HR ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയിക്കഴിഞ്ഞ് സെഗ്മെൻറ്റ്സുകൾ ഡിവൈഡായി കുറേ ആയി. കമ്പനി വളർന്ന അനുസരിച്ചിട്ട് പല പല ടെക്നോളജികൾ കമ്പനി കൊണ്ടുവന്നു, പുതിയ പുതിയ പ്രോഡക്ട്സുകൾ കൊണ്ടുവന്നു. അതിൽ സ്റ്റാഫുകളുടെ വീക്ക് പോയിൻറ്റ്സുകൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് പല പല ട്രെയിനിങ് സെക്ഷൻസ്, അത് ഇൻറ്റേർണലായിട്ടാണെങ്കിലും ഔട്ട്സൈഡ് ആയിട്ടാണെങ്കിലും, ഈവൻ ഞാൻ എന്നെ പല ഇൻ്റർനാഷണൽ രാജ്യങ്ങളിൽ വിട്ട് നമുക്ക് ട്രെയിനിങ്ങുകളും അങ്ങനെയൊക്കെ പല ഇത് തന്ന് അങ്ങനെ കൊണ്ടുപോകും. എൻ്റെ ബ്രദർ ആക്ച്വലി വീട്ടിലെ സാഹചര്യം കൊണ്ട് പകുതി വെച്ചിട്ട് പഠിത്തം നിർത്തിയിട്ട് ജോലിക്ക് വന്നതാണ്. കമ്പനിയുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. പുള്ളിക്കാരന് ഒരു ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് ജോലി കൊടുക്കുകയും, അപ്പോൾ ബോംബെയിലുള്ള ലൈഫ് സ്ട്രക്ചറിൽ പുള്ളിക്കാരന് പല കൂട്ടുകെട്ടുകളും അങ്ങനെ ഇങ്ങനെയായി. പിന്നെ ജോലി സ്ഥിരം വരാതെയായി. അങ്ങനെ പുള്ളിക്കിടയ്ക്ക് വെച്ച് ജോലി വിട്ട് പിരിഞ്ഞേണ്ടി വന്നു. ഫൈനലി ഒരു 7 വർഷത്തിന് ശേഷമായപ്പോഴത്തേക്കിന് ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്നുള്ള ഒരു അസുഖത്തിൽ ഇതായി. പുള്ളീനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് 42 വയസ്സേ ഉള്ളൂ, രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് അഗപ്പയുടെ ഇവിടെ ഒരു ഓണ പ്രോഗ്രാം നടക്കുകയാണ്. ഞങ്ങളെല്ലാവരും സെറ്റ് സാരിയൊക്കെ എടുത്ത് വന്ന് പരിപാടി നിൽക്കുകയാണ്. ഓണപ്പാട്ട് സ്റ്റേജിൽ ഭയങ്കര ഓണ പ്രോഗ്രാംസ് നടക്കണം. ആ സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കോൾസ് വരികയാണ്, ബ്ലഡ് ഒമിറ്റ് ചെയ്യുന്നു, എന്താ ചെയ്യേണ്ടത്. അപ്പം എനിക്ക് ഒന്നെങ്കിൽ ഭൂമി വളർന്നെങ്കിൽ താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് വരെ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. എന്തോ കണ്ടിട്ടാണെന്ന് തോന്നുന്നു മിനമയുടെ ആ ഭാഗത്തേക്ക് വന്ന അമ്പിളി ശരിക്കും പറഞ്ഞാൽ ഒരു കരയണ ഒരവസ്ഥയിലേക്ക് എത്തി. സന്തോഷിന് ഇച്ചിരി കൂടെ സിവിയറാണ് എന്ന് പറഞ്ഞു. മാം എൻ്റെ തോളത്ത് തട്ടിയിട്ട് വിഷമിക്കേണ്ട, ഞാൻ സാറിനോടും കൂടെ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സാറിനെ വിളിച്ചുകൊണ്ട് വരികയും സാറിന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പൈസ ആയിട്ടില്ലെങ്കിൽ ഇത് വേണ്ട, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് 90% ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ കോസ്റ്റ് സാറ് തന്നെ ഏറ്റെടുത്ത് ചെയ്ത് 2022 ഒക്ടോബർ 6-ാം തീയതിയാണ് സർജറി. സാധാരണഗതിയിൽ ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാൾക്ക് പിന്നെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മീന മാഡം അന്നേരവും പറഞ്ഞു, നമ്മൾ ഇനി സന്തോഷിനെ പുറത്തേക്കൊന്നും വിടണ്ട, സന്തോഷ് വില്ലിങ് ആണെങ്കിൽ ഇവിടെ തന്നെ ജോലി ചെയ്യട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കറക്റ്റ് 3-ാം മാസം ഇവിടെ തന്നെ വിളിച്ച് അവന് ജോലി കൊടുത്തു. ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയത് കൊണ്ട് എൻ്റെ ഫാമിലിയിൽ, ഇവൻ എന്നെ കെട്ടിച്ച വീട്ടിലായിട്ടാണെങ്കിലും എൻ്റെ ബന്ധുക്കളുടെയൊക്കെ ഇടയിലാണെങ്കിലും അമ്പിളി അഗപ്പയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവനെ രക്ഷിക്കാൻ പറ്റിയെന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലൊക്കെ എൻ്റെ വാല്യൂ കുറച്ചും കൂടെ കൂടി. ഇപ്പോൾ കമ്പനിയുടെ ഗോളെന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് 2027 1000 crore എത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇത്ര കരുതൽ തരുന്ന ഈ കമ്പനിയിൽ ഞങ്ങളുടെ എംപ്ലോയീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് അച്ചീവ് ചെയ്യാൻ കമ്പനിക്ക് മാക്സിമം ഞങ്ങളുടെ എഫേർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ലക്ഷ്യം.